എണ്ണാം പദം നമുക്ക് അറിയാം. എത്രാമത്തെയോ ഒരു പദം കണ്ടെത്തുക. അതായത് ഇപ്പോ ഒരു സമാന്തര ശ്രേണി 5, 10, 15, 20 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണി 5, 10, 15, 20 നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഇത് തന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു 30ാമത്തെ പദം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 30ാമത്തെ പദം, ഇതിപ്പോ 1ാമത്തെ പദം, 2ാമത്തെ പദം, 3ാമത്തെ, 4ാമത്തെ അങ്ങനെ പോയിട്ട് 30ാമത്തെ പദം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു പദം എന്താണ് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എണ്ണാം പദം കണ്ടെത്താന്ന് പറയാ. എണ്ണപ്പ ഇവിടെ എത്രയാണ്? 30. അപ്പൊ 30ാമത്തെ പദം കാണാം. അതിന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇതാണ് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? xn is equal to x1 plus n minus 1d. xn എന്ന് പറയുന്നത് ഈ എണ്ണാമത്തെ പദം എന്നതിനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അല്ലെ, എണ്ണാമത്തെ പദത്തിന് ഡിനോട്ട് ചെയ്യുന്നതാണ് xn എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ പദത്തിനോട് കൂടി n-1 into d എന്ന് ചെയ്യണം. അപ്പൊ n-1 into d. ഇവിടെ നമ്മൾ 30ാമത്തെ പദമാണ് നമ്മൾ എടുത്ത് ചോദിച്ചില്ലേ. അപ്പൊ 30ാമത്തെ പദം എന്ന് പറയുമ്പോൾ n ഇവിടെ എന്താണ്? 30 ആണ്. അപ്പൊ x 30 കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? x1 plus 30 ആണല്ലേ n. അപ്പൊ 30 - 1 എന്ന് പറയുമ്പോൾ 29 into d കാണണം. ഇങ്ങനെയാണ് ഈ ഒരു സംഗതി പോകുന്നത്. അപ്പൊ x1 നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? 5 ആണ്. പ്ലസ് 29 into d എന്താണ്? 5 തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എണ്ണാമത്തെ പദം, അതായത് ഇവിടെ n എന്ന് പറയുന്നത് 30ാമത്തെ പദം നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാ നോക്കുക? 29 into 5 എന്താണ്? 45. ശിഷ്ടം 4 വരും. 10, 14, 145 എന്ന് വന്നു അല്ലെ. 145. അപ്പോ 5 plus 145 വന്നു, which is equal to 150. അപ്പൊ ഈ ഒരു സമാന്തര ശ്രേണിയിലെ 30ാമത്തെ പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? 150 ആയിരിക്കും. ഇങ്ങനെയാണ് ഇക്വേഷൻ. അതേപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ആണ് ഈ xn എന്ന് പറയുന്നത് dn plus x1 minus d എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ ഉപയോഗപ്പെടുത്താവുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ ഇതിലും യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇതാണ് എളുപ്പം എന്ന് തോന്നുന്നെങ്കിൽ ഇതും പഠിക്കാം. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചോളൂ. അപ്പൊ xn ഇപ്പൊ ഇതേ ഒരു സംഗതി നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും നോക്കാം. xn is equal to dn അല്ലെ. d എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. d എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 into n. 5 into n എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. 30 പ്ലസ് x1 എന്താണ്? 5 മൈനസ് d എന്താണ്? 5. ഓക്കെ. അപ്പൊ ഇങ്ങനെ കണ്ടു നമ്മള് ഈ 5 into 30 എന്ന് പറയുമ്പോൾ എന്താണ്? 150 ആണ്. പ്ലസ് ഇവിടെ എന്താ വരുന്നത്? 5 - 5 0 ആണ് അല്ലെ. അപ്പൊ അത് പോയി. അപ്പൊ 150 എന്നുള്ളത് കിട്ടി. ഇതായിരിക്കും എന്ത്? x എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ കിട്ടിയ ഉത്തരം ഒന്നല്ലേ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 6, 10, 14 എക്സെട്ര എന്ന് പറഞ്ഞ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഈ സമാന്തര ശ്രേണിയുടെ 20ാമത്തെ പദം കാണുക എന്നാണ് ചോദ്യം. 20ാമത്തെ പദം എന്ന് പറയുമ്പോൾ എന്താ? x20 എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. x20 is equal to x1 plus ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. n-1. n എന്താണ്? 20 ആണ് അല്ലെ. n എന്ന് പറയുന്നത് 20 ആണ്. 20 - 1 എന്ന് പറയുമ്പോൾ 19 into d. അപ്പൊ എന്താണ് x1? x1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 plus 19 into d എന്താണ്? 10 - 6 ആണ്, which is 4. 4 ആണ് d. അപ്പോ into 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഉത്തരം കിട്ടും. 4 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ x1 6, 19 into 4 എന്ന് പറയുന്നത് 76, 82. അപ്പോ ഇങ്ങനെ കിട്ടി. ഇനി വേറൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമാണ്, x10 കാണാനാണ് ചോദ്യം. സമാന്തര ശ്രേണി ഇതാണ്. 20, 18, 16 എക്സെട്ര. ഇത് കുറഞ്ഞു വരുന്നൊരു ശ്രേണിയാണ് അല്ലെ. അപ്പൊ ആദ്യത്തിന്റെ എന്ത് കാണണം? d കാണണം. d എന്ന് പറയുന്നത് 18 - 20 ആയിരിക്കും, which is -2 -2 ആയിരിക്കും. അപ്പൊ x10 കാണാൻ എന്ത് ചെയ്യണം? x1 plus n-1 into d. n-1 എന്ന് പറയുന്നത് n എന്താണ്? 10 ആണ് അല്ലെ. n ഇവിടെ 10 ആണ്. അപ്പൊ 10
1 എന്ന് പറയുമ്പോൾ 9, 9 ഇൻറ്റു ഡി എന്ന് വരും. 9 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ്. x1 എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. പ്ലസ് 9 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എന്താണ്? -2 ആണ്. അപ്പോൾ -2 കൊടുത്തു. ഇസ് ഈക്വൽ ടു 20 പ്ലസ് -18 അല്ലേ? 9 ഇൻറ്റു -2 -18 ആണ്. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ x10 എന്ന് പറയുന്നത് 2 കിട്ടി. അതായത് നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സീക്വൻസ് ആണിത്. ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ചെറിയ സംഖ്യ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു സമാന്തര ശ്രേണിയാണ് 7, 10, 13 എക്സെട്ര എന്ന് പറയുന്നത്. ഇതിന്റെ 20ാമത്തെ പദം കാണും. x20 കാണും. ഒരു സമാന്തര ശ്രേണിയാണ് 7, 10, 13 എന്ന് പറയുന്നത്. ഇതിന്റെ 20ാമത്തെ പദം കാണും. എത്രയാണ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം. അത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യ പദം അല്ലാതെ വേറെ ഏതെങ്കിലും പദം തന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് ചിലപ്പോൾ നമുക്ക് ആദ്യപദം എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സമാന്തര ശ്രേണി കണ്ടുപിടിക്കാം. ആദ്യപദവും അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും പൊതുവ്യത്യാസം തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യപദവും പൊതുവ്യത്യാസം തന്നാൽ. ഇതിപ്പോ ഇവിടെ തന്ന ആദ്യപദം അല്ലാത്ത ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യപദം തരാതെ വേറെ ഏതെങ്കിലും പദം തന്ന് അതിന്റെ ആദ്യപദം കാണുക എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പൊ ആദ്യപദം തരാതെ ഇപ്പൊ നമുക്ക് 18ാമത്തെ പദമാണ് തന്നെന്ന് വിചാരിക്കാം. 18ാമത്തെ പദം x18 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന ഇവര് പറയുന്നത് ഒരു 18ാമത്തെ പദം അതേപോലെ തന്നെ 10ാമത്തെ പദം തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ 18ാമത്തെ പദം എഴുതണമെങ്കിൽ x10 x10 പ്ലസ് 8d ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണിത്? ഇത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ചെറിയൊരു സംഖ്യ ഇപ്പൊ 2ാമത്തെ പദവും അതേപോലെ തന്നെ x2ഉം അതേപോലെ തന്നെ x4ഉം തന്നു വിചാരിച്ച ഒരു സമാന്തര ശ്രേണിയില്. ഇവിടെ ഇപ്പൊ x3യും കൂടി അല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോ ഇതിൽ നമുക്ക് എഴുതുന്ന എങ്ങനെയാന്ന് നോക്കി വെക്കാം. x4 കാണണമെന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള x2 എത്ര എണ്ണം കൂട്ടുമ്പോഴാണ് x4 കിട്ടാന്ന് നോക്കാം. x4 ഇസ് ഈക്വൽ ടു പിന്നെ നമുക്ക് തന്നത് x2 ആണ് അല്ലെ? x2 പ്ലസ് 1d ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? x3 കിട്ടി. പിന്നെയും 1d ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? x4 കിട്ടി. അപ്പോ 2d ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? x4 കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ 2 എന്ന് കിട്ടിയത്? അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ് 8 എന്ന് കിട്ടിയതെന്ന് നോക്കണം. അപ്പോ x18 കാണാൻ x10ന്റെ കൂടെ എത്ര d കൂട്ടണം എന്ന് എങ്ങനെയാണ് അറിയാ? ഈ സ്ഥാനം ഉണ്ടല്ലോ 18, 10 എന്ന് പറയുന്ന ഈ സ്ഥാനം, ആ സ്ഥാനത്തിന് ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പൊ എന്താണ് ഡിഫറൻസ്? 18 മൈനസ് 10 എന്ന് പറയുന്നതാണ് 8. അതുകൊണ്ടാണ് x18 എന്ന് പറയുന്നത് x10 പ്ലസ് 8d എന്ന് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൽ നിന്ന് ആദ്യപദം കാണാൻ എങ്ങനെയാ ചെയ്യാം? അത് വേറൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ആണിത്. x1 എന്ന് പറയുന്നത് x10 മൈനസ് 9d ആണ്. എങ്ങനെയാണ് ഈ 9d വന്നത്? അപ്പോഴും ഇവിടെ അപ്പോഴും നമ്മൾ കണ്ടത് ഇത് തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ആണ്. 10 മൈനസ് 1 ആണ് 9 കിട്ടിയത്. അങ്ങനെയാണ് x1 ആണ്. x1 എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോ അതിന്റെ ഒരുപാട് ഇപ്പുറത്തുള്ള ഒരു x10 കണ്ടു കഴിഞ്ഞാൽ ഇതിന്ന് എത്രയോ d കുറയ്ക്കുന്നതാണ് നമുക്ക് എന്ത് കിട്ടുക? x1 കിട്ടുക അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത് കേട്ടോ. അപ്പോ x1 എന്ന് പറയുന്നത് x10 മൈനസ് എത്ര d എന്ന് എഴുതുന്നത് എങ്ങനെ കാണാം? ഈ 10 1 കുറയ്ക്കുക. അപ്പൊ എത്ര d ആ? 9d. അങ്ങനെയാണ് ആ ഇക്വേഷൻ. അപ്പൊ ഇതിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 6th ടേം അതായത് x6 എന്ന് പറയുന്നത് 32 ആണെന്ന് തന്നു. അതേപോലെ d എന്ന് പറയുന്നത് നമുക്ക് തന്നു 3 ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് 10th ടേം. എന്താണ് 10th ടേം എന്ന് പറയുന്നത്? x10. ഇത് എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ പദം അതായത് x1 എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാലോ. d തന്നു അല്ലെ? d തന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് അടുത്ത ടേം കാണാൻ. d 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് x6 ആണ്. കാണേണ്ടത് ആദ്യം എന്താണ്? x10 ആണ്. അപ്പൊ x10 എന്ന് പറയുന്നത് is equal to x6 plus എത്രയോ d അതിനോട് കൂട്ടണം അല്ലെ? എത്ര d ആണെന്ന് എങ്ങനെ നമ്മൾ കാണുക? നേരത്തെ പറഞ്ഞു ഇതിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പൊ 4d which is x6 നമുക്ക് തന്നിട്ടുണ്ട് 32 32 പ്ലസ് 4 ഇൻറ്റു d തന്നിട്ടുണ്ട് 3 4 ഇൻറ്റു 3 which is
32 പ്ലസ് 12. 32 12 കൂട്ടി എന്ത് വരും? 44. അപ്പൊ അങ്ങനെ കിട്ടി. ഇത് ഏതാ കിട്ടിയത്? ഇപ്പൊ x10 എന്ന് പറയുന്നതാണ് 44. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? x1 കാണാൻ. x1 കാണാൻ നമ്മൾ നേരത്തെ തന്ന പോലെ തന്നെ കാണാം. x1 എങ്ങനെ കാണാം? ഇക്വേഷൻ തന്ന ഇപ്പൊ x6 നമുക്ക് അറിയാം അല്ലെ. അപ്പൊ x6 മൈനസ് എത്ര ഡി ആണ് കൂട്ടേണ്ടത്? ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പൊ എന്താണ്? 5 ഡി. അപ്പോ x6 എന്ന് പറയുന്നത് 32 ആണ്. മൈനസ് 5 ഇൻറ്റു 3 വിച്ച് ഈസ് 32 മൈനസ് 15 എന്താണ്? 17 ആണ്. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. x12 എന്ന് പറയുന്നത് 46 എന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഡി, അതായത് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് x20 കാണാം, 20ാമത്തെ പദം കാണാം. ബി പാർട്ട് ഫസ്റ്റ് ടേം, അതായത് ആദ്യ പദം x1 കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കാണുക എന്നാണ്. രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ ആണ് എക്സ് എം എന്ന് പറയുന്നത് ഏതോ ഒരു പദം, ഒരു ശ്രേണിയിലെ ഏതോ ഒരു പദം, എക്സ് എൻ എന്ന് പറയുന്ന വേറെ ഏതോ ഒരു പദം. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ട ഇക്വേഷൻ ആണ് ഇതിന്റെ സ്ഥാനങ്ങൾ. എന്തൊക്കെയാ സ്ഥാനങ്ങൾ? എം എൻ പറയുന്നതാണ് സ്ഥാനങ്ങൾ. അപ്പോ എക്സ് എം മൈനസ് എക്സ് എം മൈനസ് എക്സ് എൻ ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എം മൈനസ് എൻ കണ്ടിട്ട് അതിനോട് ഡി ചെയ്താൽ മതി. ഇപ്പൊ നമ്മളൊരു ശ്രേണി, സമാന്തര ശ്രേണി എടുത്തു. 2 4 6 8 10 എന്ന് പറഞ്ഞൊരു സമാന്തര ശ്രേണി കണ്ടു. നമ്മളിതില് ഈ 2ന്റെയും 8ന്റെയും ഡിഫറൻസ്, അതായത് പദ വ്യത്യാസമാണ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, എത്രാമത്തെ പദം? 1 2 4ാമത്തെ പദമാണ് 8, 1ാമത്തെ പദമാണ് 2. അപ്പോ x4 മൈനസ് x1 ആണ് അല്ലെ. അത് x4 x മൈനസ് 1 ചെയ്യുമ്പോൾ 4 മൈനസ് 1, എം എന്താണ് ഇവിടെ? 4 ആണ്. എൻ എന്താണ്? 1 ആണ്. അപ്പൊ 4 മൈനസ് 1 എന്ന് പറയുന്നത് 4 മൈനസ് 1 ഇൻറ്റു ഡി ആണ് ചെയ്യുക. 4 മൈനസ് 1 എന്ന് പറയുന്നത് എന്താ? 3. ഇവിടെ ഡി എന്താ? 2 അല്ലെ. അപ്പൊ 6 ആയിരിക്കും ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത് 1ാമത്തെ പദമാണ്, ഇത് 4ാമത്തെ പദമാണ്. അത് തമ്മിലുള്ള പദവ്യത്യാസം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഒരു തന്ന എക്സാമ്പിൾ ഉദാഹരണം നോക്കാം. ഇതാണ് നമുക്ക് തന്ന സമാന്തര ശ്രേണി. എന്താണ്? 5 9 13 17 എന്ന് പറഞ്ഞൊരു സമാന്തര ശ്രേണി വന്നു. ഇതിലെ 7ാം പദം 3ാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പൊ ഇതിലെ 7ാം പദം ആദ്യം കാണണം അല്ലെ. 7ാം പദം എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ഇതിൽ ഇങ്ങനെ ഇട്ട് നോക്കാം. ഡി എന്ന് പറയുന്നത് എന്താണ്? 9 മൈനസ് 5 4 ആണ്. നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിലെ 7ാം പദം x7 അല്ലെ. x7 എങ്ങനെ കാണാം? x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. x1 എന്താ? 5 പ്ലസ് n മൈനസ് 1 6 ഇൻറ്റു 4 അല്ലെ. ഇറ്റ് ഈസ് 5 പ്ലസ് 24 ആണ്, അതായത് 29 ആയിരിക്കും ഇതിന്റെ 7ാമത്തെ പദം. 7ാമത്തെ പദം അതേപോലെ തന്നെ നമ്മുടെ 1ാമത്തെ പദവും തമ്മിലുള്ള, 1ാമത്തെ അല്ലല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര? 3ാമത്തെ പദമാണ് അല്ലെ. അപ്പൊ 3ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം കാണാം. x7 മൈനസ് x3 ആണ് കാണേണ്ടത്. x7 x7 മൈനസ് x3 ആണ് കാണേണ്ടത്. അപ്പൊ എങ്ങനെ കാണാം? നമുക്കറിയാം 7 മൈനസ് 3 ഇൻറ്റു ഡി ചെയ്താൽ മതി അല്ലെ. ഡി നമുക്ക് ഓൾറെഡി എന്താ കിട്ടിയിട്ടുണ്ട്? 4 ആണ്. ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് 29 ആണെന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് വ്യത്യാസം കാണാൻ ഇതൊന്നും കാണുന്നില്ല. ഈ ചോദ്യത്തിൽ തന്നത് വെച്ചിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. 7 മൈനസ് 3 എന്താ? 4 ഇൻറ്റു ഡി എന്താ? 4 ആണ്. അപ്പൊ 16 ആയിരിക്കും എന്ത്? ഇതിലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് വരുന്ന വേറൊരു ചോദ്യമാണ്, ഏതെങ്കിലും ഒരു നമ്പർ എന്നിട്ട് ഇപ്പൊ ഒരു സീക്വൻസ്, ഒരു സമാന്തര ശ്രേണി എടുക്കുന്നത് 6 10 14 18 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അത് ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദത്തിന്റെ വ്യത്യാസമാണോ എന്നാണ് ചോദ്യം വരിക കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഒരു 40 എന്നുള്ള ഒരു സംഖ്യ എടുത്തു. ഈ 40 എന്ന് പറയുന്നത് ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണോ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോ
ഈ ഒരു 40 എന്ന് പറയുന്നത് ഏതെങ്കിലും സംഖ്യകളുടെ ഒരു വ്യത്യാസമാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കണം. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡി കാണാം. ഡി എന്ന് പറയുന്നത് എന്താ? 10 - 6 4 ഈ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 40 എങ്കിൽ നമുക്ക് ഈ 40 ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസമാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 40 നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. 40/4 നമുക്കറിയാം 10 അപ്പൊ കറക്റ്റ് ഒരു സംഖ്യ കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെന്നാണ് അർത്ഥം. അപ്പൊ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ ഈ 40 എന്ന് പറഞ്ഞ നമ്പർ ഇതിന്റെ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസമായ 4ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഗുണനം അല്ലെ, അതിന്റെ ഒരു ഗുണനാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 40 എന്ന് പറഞ്ഞ ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ വ്യത്യാസമാണ് എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇനി ഞാൻ വേറൊരു സമാന്തര ശ്രേണി 3, 8, 13 എക്സെട്ര എന്ന് പറഞ്ഞ സമാന്തര ശ്രേണിയാണ്. 60 എന്ന് പറയുന്നത് ഏതെങ്കിലും പദങ്ങളുടെ വ്യത്യാസമായിട്ട് വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ 3, 8, 15 13 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഡി എന്ന് പറയുന്നത് 8 - 3 നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോ 5 ആയി കഴിഞ്ഞാൽ 5 60 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും അല്ലെ. സോറി 30 അല്ല, 60/5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1, 5, 1, 10, 2, 12 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 60/5 12 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ റിമൈൻഡർ 0 ആയി വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 60 എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് പദത്തിന്റെ ഒരു വ്യത്യാസമായിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഒരു ഹോംവർക്ക് കൂടി തരാം. 8, 11, 14 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. ഇതില് 100 എന്ന് പറയുന്നത് ഇതിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ ഒരു വ്യത്യാസമായിട്ട് വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ഇതെന്തായാലും ഹോംവർക്ക് ആയിട്ട് നിങ്ങളൊന്ന്. ഈ ചാപ്റ്ററിലെ അടുത്ത ഒരു ഭാഗമാണ് ഒരു സംഖ്യ ശ്രേണിയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അതായത് ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആ ഒരു സംഖ്യ ഒരു സമാന്തര ശ്രേണി തന്നിട്ട് വേറൊരു സംഖ്യ തരും. ആ സംഖ്യ ഈ സമാന്തര ശ്രേണിയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്ന രീതിയാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു സംഖ്യ തന്നിട്ട് അത് ഒരു സമാന്തര ശ്രേണിയിൽ ഉൾപ്പെടുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടെത്തുക. പിന്നീട് സൂത്രവാക്യം ഉപയോഗിക്കുക. ഏത് സൂത്രവാക്യം ഉപയോഗിക്കേണ്ടത്? x = x1 + n - 1d എന്ന് പറഞ്ഞ ഇക്വേഷൻ. നമ്മൾ എങ്ങനെയാണ് ഒരു n-ാമത്തെ പദം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ആണല്ലേ ഇത്. അത് ഉപയോഗിക്കുക. പിന്നെ എന്നിട്ട് അതിന്ന് n കണ്ടെത്തിയിട്ട് n ഒരു പൂർണ്ണസംഖ്യയാണോ എന്ന് പരിശോധിക്കുക. n ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യ ആണെങ്കിൽ, അതായത് ഡെസിമലോ ഫ്രാക്ഷനോ ആയിട്ടൊന്നും വരരുത്, ഭിന്നസംഖ്യ ഒന്നും വരരുത്, ഒരു പൂർണ്ണസംഖ്യ പോസിറ്റീവ് ആയിട്ടുള്ള പൂർണ്ണസംഖ്യ ആണെങ്കിൽ ആ സംഖ്യ, അത് തന്നിട്ടുള്ള ആ സംഖ്യ നമുക്ക് ഈ ശ്രേണിയിൽ ഉൾപ്പെടുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ശ്രേണി നോക്കാം. 2, 4, 6, 8 ഇതാണ് ശ്രേണി തന്നതെന്ന് വിചാരിക്കാം. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 16 എന്ന് പറയുന്നത് ഈ ഒരു ശ്രേണിയിലെ സംഖ്യയാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിപ്പോ ഒരു ഇരട്ട സംഖ്യേന്റെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതിലെ എന്താ കണ്ട? ആദ്യ പദവും പൊതുവ്യത്യാസമാണ് കണ്ട. ആദ്യ പദം എന്ന് പറയുന്നത് എന്താണ്? x1 എന്ന് പറയുന്നത് 2 ആണ്. പൊതുവ്യത്യാസം d എന്ന് പറയുന്നതും 2 തന്നെയാണ്. ഇനി നമ്മൾ കണ്ട എന്താണ്? xn യൂസ് ചെയ്യുക അല്ലെ. xn ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് നമുക്ക് xn എന്ന് പറയുന്നത് ഏതോ ഒരു പദമാണെന്നാണല്ലോ നമുക്ക് ആണോന്നല്ല ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ xn ആണ് നമുക്ക് ഈ 16 എന്ന് എടുക്കാം. അപ്പൊ xn = നമുക്കറിയാം x1 + n - 1d എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. x1 + n - 1 × d എന്ന് പറയുന്നത്. xn എന്ന് പറഞ്ഞ 16 നമുക്കറിയാം. x1 എന്ന് പറയുന്നത് 2 ആണ്. n എന്ന് പറയുന്നത് എത്രയെന്ന് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n - 1 × d എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇതിങ്ങനെ സോൾവ് ചെയ്ത് പോവാം. ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. 16 നമുക്ക് ഈ 2 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കാം. ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ, ആയിപ്പോയതാണേ. ആദ്യം നമ്മൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 അല്ലെ, ഈ 2 ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ 16 - 2 അവിടെ +2 ആണ്, -2 ആയതെന്ന് പറഞ്ഞാൽ n - 1 × 2 ആണ് കിട്ടി. 16 - 2 14 എന്ന് പറയുന്നത് n - 1 × 2 ആണ്. ഈ 2 ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2/2 ആവും അല്ലെ. 2 എന്ന് വരും. അപ്പൊ എന്ത് വരും? 7 =
n മൈനസ് 1 ആണ്. n എന്ന് പറയുന്നത് ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. n എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. ഇതെന്താ, ഒരു പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ പൂർണ്ണസംഖ്യയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 16 എന്ന് പറയുന്നത് ഇതിലെ ഒരു സംഖ്യയാണ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഒരു രീതി. ഇനി വേറൊരു രീതിയിൽ ഞാനിത് കാണിച്ചു തരാം. വേറൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. 4, 7, 10 എക്സെട്ര എന്ന് പറഞ്ഞൊരു സമാന്തര ശ്രേണിയാണ്. ഇതിലെ 94 എന്ന് പറയുന്നത് ഒരു പദമാണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ 94 എന്ന് പറയുന്നത് ഒരു പദമാണ് എന്നുള്ളത് എനിക്ക് നമുക്ക് ആദ്യം കൊടുക്കാം. പദമാണ് എന്നുള്ള പോലെ നമ്മൾ എത്രാമത്തെ ഒരു പദമാണ്, അതിൽ എണ്ണാമത്തെ പദം നമുക്ക് പറയാം. എണ്ണാം പദം എന്നേ പറയാൻ പറ്റൂ, നമുക്ക് എത്രാമത്തെ എന്ന് അറിയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പദമാണെന്നുള്ള രീതിയിൽ ഇവിടെ എഴുതി. അപ്പോ ഒരു പദമാണെങ്കിൽ നമുക്ക് പദമാണ് 94 ഒരു പദവ്യത്യാസം നമുക്ക് ഇതിന്ന് കാണാൻ പറ്റുള്ളൂ. അതായത് 94 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു പദവ്യത്യാസമാണ്. അത് 90 ആണ്. ഈ 90 നമ്മൾ ഈ കോമൺ ഡിഫറൻസിന്റെ ഗുണിതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 94 എന്ന് പറയുന്നത് ഇതിലെ ഒരു പദമാണെന്ന് നമുക്ക് കിട്ടും. അപ്പോ 90 ഗുണിതമാണോ നോക്കണം. ഏതിന്റെ? ഡിന്റെ ഗുണിതാണോ നോക്കണം. ഇതിൽ ഡി എന്താണ്? 7 മൈനസ് 4 3 ആണ് അല്ലെ. അപ്പൊ 90/3 നമുക്കറിയാം എന്തായാലും പോകൂലേ. സോറി, 9 0 30. അപ്പൊ 30 എന്ന് കിട്ടി. എന്താണ് 30 എന്ന് കിട്ടിയത്? ഈ 90നെ നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ 30 ഉത്തരം കിട്ടി. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് കിട്ടി. വിച്ച് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? 90 എന്ന് പറയുന്നത് ഒരു പദവ്യത്യാസമാണെന്ന് കിട്ടി. പദവ്യത്യാസമാണെങ്കിൽ 94 എന്ന് പറയുന്നത് ഒരു പദമാണ്. ഇതൊരു ആദ്യത്തെ ഒരു മെത്തേഡാണ് കേട്ടോ. വേറെ രണ്ടാമത്തെ ഒരു മെത്തേഡ് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് എന്താണ്? നമ്മൾ n കണ്ടിട്ട് n ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? അതൊരു ടേം ആണ്, ഒരു പദമാണ് എന്ന് കിട്ടും. ഇനി ഇത് രണ്ടാമത്തെയാണ്. ഇനി മൂന്നാമത്തെ ഒന്നാണ്. ഇപ്പോ ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡിൽ നമുക്ക് ഈ സെയിം സാധനം കേട്ടോ, സെയിം അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ നമ്മുടെ സമാന്തര ശ്രേണി തന്നെ നമ്മൾ എടുത്തു. 94 എന്ന് പറയുന്നത് ഒരു ടേം ആണെന്ന് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇതിലെ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? 3 ആണ്. അപ്പൊ എല്ലാ ടേമിനെയും ഡി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4/3 എന്താണ്? 3 ശിഷ്ടം 1, അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടി. ഇനി 7/3 എല്ലാത്തിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ചെയ്യാൻ കേട്ടോ. പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കുമ്പോൾ നമുക്ക് 2 6 1 1 ആണ്. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കാം. ഇനി മാറോ ഇല്ലേന്ന് അറിയണമല്ലോ. അപ്പോ എന്താണ്? 1. അപ്പൊ എല്ലായിടത്തും നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ 94 ഒരു പദമാണെങ്കിൽ ഈ 94നെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 94 ഹരിക്കണം 3, ഒരു 3 3 1. അപ്പൊ റിമൈൻഡർ എന്ത് കിട്ടി? 1 തന്നെ കിട്ടി. അപ്പൊ എല്ലായിടത്തും റിമൈൻഡർ 1 ആണ്. ഇവിടെയും റിമൈൻഡർ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 94 എന്ന് പറയുന്നത് ഒരു പദാണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് 3 രീതിയിൽ ഇത് കാണാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരാം. ഒരു സമാന്തര ശ്രേണിയാണ് 5 9 13 എക്സെട്ര എന്ന് പറയുന്നത്. 102 എന്ന് പറയുന്നത് ഇതിലെ ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. നിങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ഐഡിയ കിട്ടും. വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് പദങ്ങളുടെ എണ്ണം കണ്ടെത്തൽ എന്നാണ്. അതായത് ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താനാണ്. അതിന് ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇക്വേഷൻ എന്തായാലും ഹൈറ്റ് ചെയ്ത് പഠിക്കുക. n = xn - x1/d + 1. എഴുതുമ്പോൾ ഒക്കെ നോക്കണം എവിടേക്കാണ് വരാ, ഏതിനോടാണ് ഡിനോമിനേറ്റർ ഉള്ളത് എന്നൊക്കെ ശ്രദ്ധിക്കണം. xn - x1 കണ്ട്, അതായത് അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് അതിനെ നമ്മുടെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് അതിനോട് ഒരു 1 കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? ഒരു പദങ്ങളുടെ ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. 5 8 11 41 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയുണ്ട്. ഇതിൽ എക്സെട്ര അങ്ങനെ കൊടുത്താൽ ഒരു മിനിറ്റ്, ഇങ്ങനെയല്ലല്ലോ. 5 8 11 എക്സെട്ര അവസാനത്തെ ടേം ആണ് എന്ത്? 41 എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ ഉള്ളിൽ എത്ര ടേംസ് ഉണ്ടെന്നും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയാലൊന്നും അറിയില്ല അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ എത്ര
പദങ്ങളുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എത്ര പദങ്ങൾ എന്ന് പറയുന്നത് n ആണ്. n എന്ന് പറയുന്നത് xn മൈനസ് x1 ബൈ d പ്ലസ് 1 ആണ്. xn എന്താ അവിടെ 41 ആണ്. x1 എന്താണ് 5 ആണ്. d എന്താണ് 8 മൈനസ് 5 എന്താണ് 3 ആണ്. ഇനിയോ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത്രയും സംഗതി മതി അല്ലേ. അപ്പൊ n is equal to നമുക്ക് എഴുതാം n is equal to xn 41 മൈനസ് x1 5 ഡിവൈഡഡ് ബൈ 3 d എന്താ 3 പ്ലസ് 1. അപ്പോ 36 ബൈ 3 പ്ലസ് 1 12 പ്ലസ് 1 അതായത് 13 എന്ന് കിട്ടും. 13 പദങ്ങളാണ് ഈ ഒരു സമാന്തര ശ്രേണിയിൽ മൊത്തത്തിലുള്ളത്. അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു എക്സാമ്പിൾ ആണ് 6 10 14 എക്സെട്ര എന്ന് പറഞ്ഞ സമാന്തര ശ്രേണി. അവസാനമായിട്ട് നമ്മൾ 94 കൊടുത്തു. അവസാനം പറഞ്ഞു 94. ഇതില് എത്ര പദങ്ങൾ ഉണ്ടെന്ന് കാണണം. n is equal to എന്താ ഇക്വേഷൻ xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എന്ന് പറയുന്ന അവസാന പദം എന്താ 94 ആണ്. ആദ്യ പദം എന്താ 6 ആണ്. ഡിവൈഡ് ബൈ നമ്മുടെ d എന്താണ് d എന്ന് പറയുന്നത് 4 ആണ്. ബൈ 4 പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 94 6 കുറച്ച് എന്ത് കിട്ടും 88 ബൈ 4 പ്ലസ് 1. 88 എന്ന് പറയുന്നത് ബൈ 4 പറയുമ്പോൾ 22 പ്ലസ് 1 23. അപ്പൊ 23 പദങ്ങളാണ് ഈ മൊത്തത്തിൽ ഈ ഒരു സമാന്തര ശ്രേണിയിൽ ഉള്ളത്. ഇനി അടുത്ത പോർഷൻ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിൽ നോക്കാം. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് കാണേണ്ടത് എന്താ വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, അതായത് ഇതേ ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ നമ്മളോട് ചോദിക്കാം. ആ ഒരു രീതിയാണിത്. 94 എന്ന് പറയുന്നത് 7 10 13 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ എന്നാണ് ചോദിച്ചത്. സോറി, പദമാണോ എന്നല്ല. പദമാണോ നോക്കുമ്പോൾ നമുക്ക് നേരത്തെ അറിയാലോ അല്ലെ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണോ അല്ലെ എങ്ങനെയാണ് പദമാണോ നോക്കുന്നത്. ഇതല്ല, എത്രാമത്തെ പദമാണെന്ന് നോക്കുക. അപ്പൊ ഇതിങ്ങനെ പോയി ഇതിലെ എത്രാമത്തെ പദമാണ് ഈ 94 എന്നാണ് നമുക്ക് കണ്ടത്. അതായത് ഇവിടെ എത്രാമത്തെ പദമാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ എത്രാമത്തെ പദം എന്നുള്ളതും എത്ര തന്നെയാണ് മൊത്തത്തിൽ എടുത്ത് ഇതിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എത്രാമത്തെ പദം എന്നുള്ളതും നമുക്ക് ഒരേ ഉത്തരം തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ n is equal to നമ്മൾ എത്രാമത്തെ പദം എന്നുള്ളത് കാണാം. 94 മൈനസ് 7 ബൈ d എന്താ വരുന്നത് 3 പ്ലസ് 1 എന്ന് വന്നു. 87 ബൈ 3 പ്ലസ് 1 വന്നു. അതായത് 29 പ്ലസ് 1. 87 ബൈ 3 29 ആണ്. പ്ലസ് 1 30 പദങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കുക ഈ ഒരു ഭാഗത്തുനിന്ന് കേട്ടോ. അപ്പൊ